ന്യൂസ്. തൃശൂർ കുതിരാനിൽ ഇറങ്ങിയ കാട്ടുകൊമ്പനെ ജനവാസ മേഖലയിൽ നിന്ന് നീക്കാൻ പ്രത്യേക ദൗത്യവുമായി വനംവകുപ്പ്. വയനാട്ടിൽ നിന്ന് കുങ്കിയാനകളെ എത്തിച്ച് ആനയെ കാട് കയറ്റി സോളാർ വേലി സ്ഥാപിക്കാനാണ് ആദ്യ പദ്ധതി. ഇത് വിജയം കണ്ടില്ലെങ്കിൽ മയക്കുവടി വെച്ച് ആനയെ പിടികൂടും. ആനയുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കാൻ AI ക്യാമറയും സ്ഥാപിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വനമന്ത്രി AK ശശീന്ദ്രനോട് മാധ്യമങ്ങൾ പ്രതികരണം തേടുന്നുണ്ട്. അതിന്റെ ഒരു തത്സമയ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാം. ഇരുമ്പുപാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിരന്തരമായ ആ കാട്ടാന ശല്യം, ഒരു ആന അവിടെ കിടന്ന് വിളഞ്ഞു മെയ്യുക, എന്തെങ്കിലും ഒരു പരിഹാരം കാണുന്നുണ്ട്? അത് കുറേ ദിവസമായി അവിടെ ഒരു ഗുരുതരമായ സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ അതിന് ഇപ്പോൾ നിലവിലുള്ള സമ്പ്രദായം അനുസരിച്ച് അവിടെ വാച്ചർമാരെ നിയോഗിക്കുകയും ക്യാമറകൾ സ്ഥാപിക്കുകയും ഒരു അലർട്ട് സിസ്റ്റം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ വന്നാൽ DFO ഓഫീസിൽ ആ വിവരം അറിയുന്ന വിധത്തിലുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പശ്ചാത്തലമാണ് പ്രധാനം. കാരണം നമ്മൾ ഈ വനമേഖലയുമായി ബന്ധപ്പെട്ട റോഡ് നിർമ്മാണം പോലുള്ള കാര്യങ്ങൾ അത് പ്രോത്സാഹിപ്പിക്കുന്നതിലെ സമയത്ത് വന്യജീവികളുടെ ആവാസ മേഖലയിലൂടെയാണോ ഇത് പോകുന്നതെന്ന കാര്യത്തിൽ നമ്മളൊരു ഗൗരവം കൽപ്പിക്കാറില്ല. അപ്പം നമ്മളിപ്പം തൃശ്ശൂർ ജില്ലയിൽ തന്നെ ചാലക്കുടി മേഖല എടുത്താൽ വനത്തിനകത്തൂടെയാണ് റോഡ്. അപ്പോൾ ആ വനത്തിനകം എന്ന് പറയുന്നത് അവർക്കുള്ള സ്ഥലമാണ്, അതിലൂടെ നമ്മൾ പോവുകയാണ്. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. മുന്നറിയിപ്പുകളൊന്നും കണക്കിലെടുക്കാതെയുള്ള പൗരന്മാരുടെ ഭാഗത്തുണ്ടാകുന്ന ഒരു പ്രശ്നവും കൂടി ഒരു സാഹചര്യമാണ്. കുതിരാൻ തുരങ്കം വന്നപ്പോൾ അവിടുത്തെ എക്കോസിസ്റ്റത്തിന് മാറ്റം സംഭവിച്ചു. പക്ഷേ ഭാഗ്യവശാൽ കൂട്ടത്തോടെയാണ് ആനകൾ വരുന്നത്. ഇപ്പോൾ ഇവിടെ കുറഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കിയത്. ഇനി ഒരു ആന തന്നെയാണ് കഴിഞ്ഞ 4-5 ദിവസമായി ഈ പത്രഭാഷയിൽ കൊലവിളി നടത്തിക്കൊണ്ട് സഞ്ചരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിനെ മയക്കുവെടി വെക്കണമെങ്കിലും മറ്റൊന്നെങ്കിലും ഇതിൽ ട്രാപ്പിൽ വീഴണം. പിന്നിപ്പം പുതുതായി വന്നൊരു നിർദ്ദേശം കുങ്കിയാനകളെ കൊണ്ടുവന്നു. പക്ഷേ ഇത് ട്രാപ്പിൽ വീണാൽ മയക്കുവെടി ഒന്നും വെക്കാൻ കഴിയില്ലെങ്കിലാണല്ലോ. അപ്പോൾ ആ നിർദ്ദേശം സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പൊതുസമൂഹത്തിൽ നിന്ന് വരുന്ന ഒന്നൊരു നിർദ്ദേശമാണ്. കുങ്കിയാനകളെ കൊണ്ടുവന്ന് ആനയെ വശത്താക്കി കൊണ്ടുപോകാൻ കഴിയുമെന്ന് വരച്ചു. അപ്പോൾ ആവശ്യമായി വന്നാൽ കുങ്കിയാനകളെ കൊണ്ടുപോകാനുള്ള നടപടി സ്വീകരിക്കാൻ ഇന്ന് DFOയ്ക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെയ്യാൻ കഴിയുന്ന നിലവിലുള്ള സംവിധാനം എല്ലാം ഉപയോഗിച്ച് ജനങ്ങളുടെ ആശങ്ക അകറ്റാനുള്ള നടപടികളുമായി മുമ്പോട്ട് പോകാനുള്ള നിർദ്ദേശം ഇത് രാവിലെ DFO ഉദ്യോഗസ്ഥന്മാരുമായി ഞാൻ സംസാരിച്ചിരുന്നു. അതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ആതിരപ്പള്ളി വാഴച്ചാൽ മേഖലയിൽ നിരന്തരം കാട്ടാന ശല്യം ഉണ്ടാകുന്ന മേഖല, അവിടെ ഷോളയാർ റേഞ്ച് ഓഫീസർ ഒരു പരാതി എന്നുള്ള നിലയിൽ ഒരു നിർദ്ദേശം ചാലക്കുടി RTOയ്ക്ക് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് കൊടുത്തിട്ട് KSRTC ബസ്സുകൾ നിരന്തരമായിട്ട് ആ മേഖലയിൽ യാത്രക്കാരുമായി ഉല്ലാസയാത്ര അടക്കം പോയി അവിടെ നിർത്തുന്നു, ആളുകളെ കാണിക്കുന്നു. അതെ, നമ്മളെല്ലാം മറക്കുന്നത് ഈ വന്യജീവികളെന്ന് പറയുന്നതിനെ കണക്കിലെടുക്കേണ്ടതെന്നാണ്. ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് KSRTC സ്പെഷ്യൽ സർവീസ് നടത്തി KSRTCയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്ന ആംഗിളിലാണ് അത് ചെയ്തത്. ആ ആംഗിളിനോട് ഞങ്ങൾ ആരും എതിരല്ല. പക്ഷേ അത് അവിടെ ഉണ്ടാകുന്ന അന്തരീക്ഷ സാഹചര്യങ്ങളെ എത്രമാത്രം പ്രതികൂലമായി ബാധിക്കുമെന്നും അത് വന്യജീവികളെ പോലുള്ള കാനനവാസികളായ ആളുകളെ എത്രമാത്രം ബാധിക്കുമെന്നും ടൂറിസം മാത്രമാണ് കാണുന്നത്. ഈ ടൂറിസ്റ്റുകൾ വന്നിട്ടാണ് ഈ പടമൊക്കെ എടുക്കുന്നത്. നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, മിക്കവാറും എല്ലാ കേസിലും എന്താണ് ഉണ്ടായിട്ടുള്ളത്? മോട്ടോർ ബൈക്ക് നിർത്തുക, കാറ് നിർത്തുക, ഇറങ്ങി പടം എടുക്കുമ്പോൾ അവർ തുമ്പിക്കൈ പൊക്കുന്നതിന് വേണ്ടി ശബ്ദം ഉണ്ടാക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെതിരെ ഒരു ജാഗ്രതയാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. കാരണം നിങ്ങൾ ഈ അക്രമത്തിൻ്റെ ഫലമായി ദുരന്തമനുഭവിക്കുന്നവരെ ഉപേക്ഷിക്കണമെന്നില്ല. അവരുടെ ദുരന്തങ്ങളും പ്രയാസങ്ങളും സമൂഹത്തിന് മുമ്പിൽ എത്തിക്കുക എന്ന ധർമ്മം നിർവഹിക്കുന്നതിന് എനിക്ക് വളരെ സന്തോഷമാണ്.